രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ രാധ. രാധയുടെ കഥ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അടുക്കിന് 83 എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അത് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബുധനാഴ്ചയും 12 മണിക്ക് ശ്രീബുദ്ധനിലെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കഥ, ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോരോ കാര്യങ്ങളും അതിനകത്തുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും 12 മണിയാകുമ്പോൾ ശ്രീബുദ്ധൻ എഴുതിയ ധർമ്മപദം, വളരെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ബുദ്ധൻ്റെ ധർമ്മപദമാണ്. ആ ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും 12 മണിക്ക്. പ്രത്യേകിച്ചും മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും ധർമ്മപദം കണ്ടിരിക്കണം. ധർമ്മപദത്തിന് ജാതിമത വ്യത്യാസങ്ങളില്ല. കാരണം ധർമ്മപദത്തിൽ ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്. ദൈവമെന്ന വാക്കുപോലും മിണ്ടാതെ നിങ്ങൾക്ക് എങ്ങനെ മോക്ഷത്തിലേക്ക് എത്താം, ഈവൻ ഒരു നിരീശ്വരവാദിക്ക് പോലും എങ്ങനെ മോക്ഷം പ്രാപിക്കാം, എങ്ങനെ ജ്ഞാനോദയം ഉണ്ടാകാം എന്നതാണ് ബുദ്ധൻ്റെ ധർമ്മപദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും അത് റിലീസ് ചെയ്തിരിക്കും. ആദ്യത്തെ എപ്പിസോഡ് ഇത് കാണുന്നവർ, താല്പര്യമുള്ളവർ അതും കൂടെ കാണുക. അതിൽ ദൈവീകതയൊന്നുമല്ല, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ആർക്കും കാണാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിരീശ്വരവാദിക്ക് വരെ കാണാവുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ 5 മണിക്ക് തന്നെ 5 മണിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഇടും. ശനിയാഴ്ച കഴിയുന്നത്ര ഞാൻ ഇടാനായിട്ട് ശ്രമിക്കും. പിന്നെ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഞാനിത് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ 12ാമത്തെ എപ്പിസോഡാണ്. ഓർമ്മിക്കുക, ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗ്രാമറല്ല. നിങ്ങൾ അനാവശ്യമായി ഗ്രാമറിൻ്റെ പിന്നാലെ ഓടരുത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാത്തത്. കോവളത്ത് കപ്പലണ്ടിക്കാരൻ അല്ലേ, മംഗലാപുരത്തെ ചുമട്ടുകാരൻ ഒക്കെ ഗ്രാമർ വെച്ചല്ല സംസാരിക്കുന്നത്, കയ്യിൽ വാക്കുള്ളത് കൊണ്ടാണ്.
അപ്പം നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ട വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇന്ന് ഞാൻ തരുന്നത് ഫ്രൈസൽ വെർബാണ്. അത് സ്റ്റാൻഡേർഡായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ, നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്രൈസൽ വെർബ് നമ്മളെ സഹായിക്കും. അല്ലാതെ നിങ്ങൾക്ക് മോസ്റ്റ് എസെൻഷ്യൽ വൊക്കാബുലറി ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ ദൈവത്തെ പ്രാർത്ഥിക്കുക. ക്രിസ്ത്യൻസ് കരുണാമയനായ ജീസസിനെ പ്രാർത്ഥിക്കുക, മുസ്ലിംസ് അവരുടെ ദൈവത്തെ പ്രാർത്ഥിക്കുക, നിരീശ്വരവാദികൾ ഞാൻ പറഞ്ഞല്ലോ അവരുടെ അച്ഛനെയും അമ്മയെയും സ്മരിക്കുക. കാരണം അതാണ് കാണപ്പെടുന്ന ഈശ്വരൻ. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായേ സ്വാഹാ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് ഫ്രൈസൽ വെർബ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ അക്ഷരമാലാക്രമത്തിലാണ്. എ വരുന്നത് കുറേ തന്നു, ബി വരുന്നത് പഠിപ്പിച്ചു, സി. അതേപോലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇതൊരു ഭക്തി ചാനലാണ്. ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് തുടങ്ങിയത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഭക്തജനങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിത് തുടങ്ങിയിരിക്കുന്നത്. ഭക്തിയിൽ താല്പര്യമില്ലാത്തവരോ പ്രാർത്ഥനയിൽ താല്പര്യമില്ലാത്തവരോ ദയവ് ചെയ്ത് ഈ ചാനൽ കാണാതിരിക്കുക. അത്രമാത്രമാണ് എനിക്ക് ഭക്തിയിൽ താല്പര്യമില്ലാത്തവരോട് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സി വെച്ചുള്ളതാണ്. സി വെച്ചുള്ളത് കോൾ ഇൻ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോൾ ഇൻ. ഈ വാക്കുകളൊക്കെ ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട്. എന്താണ് കോൾ ഇൻ എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കുക. കണ്ടില്ലേ, സഹായം അർത്ഥം എഴുതി വെച്ചോ. കോൾ ഇൻ, സഹായം ചോദിക്കുക. സഹായം ചോദിക്കാനായിട്ട് നമ്മളൊരാളെ വരുത്തുക. ഇതാണ് കോൾ ഇൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഉണ്ടോ? ഹി വാസ്, എക്സാമ്പിൾ, ഹി വാസ് കോൾഡ് ഇൻ ടു സോൾവ് ദ പ്രോബ്ലം. ഹി വാസ് കോൾഡ് ഇൻ ടു സോൾവ് ദ പ്രോബ്ലം. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവനെ വിളിച്ചു വരുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ. എ ന്യൂ ടീം ഓഫ് പോലീസ് ഓഫീസേഴ്സ്, എ ന്യൂ ടീം ഓഫ് പോലീസ് ഓഫീസേഴ്സ് വെയർ കോൾഡ് ഇൻ. കോൾഡ് ഇൻ അവരെ വിളിച്ച് വരുത്തി. ടു കണ്ടക്ട്, നിങ്ങൾ കണ്ടക്ട് എന്ന് പറയും, ഉച്ചാരണം കണ്ടക്ട്, CONDUCT. അപ്പോൾ ഒരു പുതിയ വാക്ക്, നടത്തുക. എ ഫ്രഷ് ഇൻക്വയറി, INQUIRY. ഒരു പറ്റം പോലീസ് ഓഫീസേഴ്സിന്റെ സഹായം തേടി. എന്തിനു വേണ്ടി? ഒരു പുതിയ ഇത് നടത്താൻ. പിന്നെ ഹി വാസ് കോൾഡ് ഇൻ ടു സോൾവ് ദ പ്രോബ്ലം. ഈ പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടി അവന്റെ സഹായം തേടി. പിന്നെ വിളിച്ചു വരുത്തി സഹായം ചോദിച്ചു. ഏതർത്ഥത്തിലും നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത് കോൾ ഇന്നിൻ്റെ ഒന്നാമത്തെ അർത്ഥം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് കോൾ ഇൻ സമം സഹായം തേടുക. എക്സാമ്പിൾ, ഹി വാസ് കോൾഡ് ഇൻ ടു സോൾവ് ദ പ്രോബ്ലം. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവൻ്റെ സഹായം തേടി. ഇനി അടുത്തർത്ഥം പണം ആവശ്യപ്പെടുക അല്ലെങ്കിൽ പണം തിരിച്ചടയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പണം ആവശ്യപ്പെടുക. എക്സാമ്പിൾ, ദ ബാങ്ക് കോൾഡ് ഇൻ. ദ കോൾഡ് ED ഒന്നും ഉച്ചരിക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ദ ബാങ്ക് കോൾഡ് ഇൻ ദി ലോൺ എന്ന് പറഞ്ഞാൽ ബാങ്ക് പറഞ്ഞു ഈ ലോൺ എടുത്തതിൻ്റെ പൈസ തിരിച്ചടക്കാൻ. കോൾഡ് ഇൻ ദ ലോൺ. അടുത്തത് കോൾ ഓഫ്. കോൾ ഓഫ്. കോൾ ഓഫ്. എന്താണ് കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ? ഒരു മൃഗങ്ങളോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ ആക്രമിക്കുന്നത് നിർത്തുമെന്ന് പറയുന്നതാണ് കോൾ ഓഫ്. മൃഗങ്ങളോടോ വ്യക്തികളോടോ അവരാക്രമിക്കുന്നത് നിർത്തു എന്ന് പറയുന്നതാണ് കോൾ ഓഫ്. അങ്ങനെ എഴുതി വെക്കണം. മൃഗങ്ങളോടോ വ്യക്തികളോടോ ആക്രമിക്കുന്നത്
നിർത്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ, ഐ ഷൗട്ടഡ് ടു ഹിം, SHOUTED, ഐ ഷൗട്ടഡ് ടു ഹിം, ഞാൻ അവരോട് അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ടു കോൾ ഹിസ് ഡോഗ് ഓഫ്, ടു കോൾ ഹിസ് ഡോഗ് ഓഫ്. ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർ നേരത്തെ കാണണം. ഫ്രൈസൽ വെർബ് കോൾ ഓഫ്, പലപ്പോഴും ഫ്രൈസൽ വെർബിൻ്റെ നടുക്കാണ് പറയേണ്ടതിടുന്നത്. കോൾ ഓഫ് ഹിസ് ഡോഗിനെ കാട്ടിയും ഇങ്ങനെ പറയത്തുള്ളൂ, കോൾ ഹിസ് ഡോഗ് ഓഫ്. അപ്പം ഞാൻ അലറി വിളിച്ചു, എന്താണ്, പട്ടിയെ പിടിക്കൂ, പട്ടികളെ പിടിച്ച് കെട്ടിയിടൂ എന്ന് പറഞ്ഞ് അലറി വിളിച്ചു. ഇനി കോൾ ഓഫിന് മറ്റൊരർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? ക്യാൻസൽ ചെയ്യുക എന്നാണ് അർത്ഥം. ക്യാൻസൽ ചെയ്യുക. ടുമാറോസ് മാച്ച് ഹാസ് ബീൻ കോൾഡ് ഓഫ്. എക്സാമ്പിൾ എഴുതിക്കോ. ടുമാറോസ് മാച്ച്, MATCH, ടുമാറോ *S ഹാസ് ബീൻ ക്യാൻസൽഡ്. നാളത്തെ കളി ക്യാൻസൽ ചെയ്തു ഉണ്ടല്ലേ. പിന്നെ സ്ട്രൈക്കൊക്കെ നമ്മൾ പണിമുടക്ക് പിൻവലിച്ചു. ക്യാൻസൽ ചെയ്യുന്നതാണ് കോൾ ഓഫ്. ഇനി അടുത്തത് മൂന്നാമത്തത് കോൾ ഓൺ ഉണ്ടോ? മൂന്നാമത്തത് കോൾ ഓൺ. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതിക്കോ, സന്ദർശിക്കുക. വിസിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, വിസിറ്റ്. എക്സാമ്പിൾ, ഐ വിൽ കോൾ ഓൺ യുവർ ഹോം ടുമാറോ. ഐ വിൽ കോൾ ഓൺ യുവർ ഹോം ടുമാറോ. നാളെ നിന്റെ വീട് ഞാൻ സന്ദർശിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും ഒരിക്കൽ പോകുമ്പോഴാണ് കോൾ ഓൺ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിളും കഴിക്കുക. ഐ തോട്ട്, THOUGHT, വി മൈറ്റ് കോൾ ഓൺ യുവർ മദർ ഓൺ അവർ വേ. ഞങ്ങൾ പോകുന്ന വഴിക്ക് നിന്റെ അമ്മയെ കയറി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അത്രയും നീണ്ട സെന്റൻസ് വേണമെന്നില്ല. അടുത്തത് നാലാമത്തത് കോൾ അപ്പ്. അടുത്തത് ഇതാണ് കോൾ അപ്പ്. കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ ഓർഡർ ഇടുന്നതിനെയാണ് കോൾ അപ്പ്. അർത്ഥം എഴുതിയിടുക. ഓർഡർ ചെയ്യുക, ഉടൻ ജോയിൻ ചെയ്യാൻ ഓർഡർ, ഉത്തരവിറക്കുക. അർത്ഥം എഴുതി വെച്ചാൽ ഉടൻ ജോയിൻ ചെയ്യാൻ ഉത്തരവ് ഇറക്കുക. ഇപ്പം നമ്മൾ യുദ്ധത്തിലൊക്കെ എങ്ങനെയല്ലേ, പട്ടാളക്കാരോട് പറയത്തില്ലേ ഉടനെ ജോയിൻ ചെയ്യാൻ. പിന്നെ നമ്മളെ കേരളത്തിലായാലും എന്തെങ്കിലും ലഹള നടക്കുമ്പോൾ അവധി പോയ പോലീസുകാരൊക്കെ ഉടൻ തിരിച്ചു വിളിക്കുമല്ലോ. അപ്പോൾ എക്സാമ്പിൾ, ഹി വാസ് കോൾഡ് അപ്പ് വെൻ ദ വാർ ബിഗാൻ. WARBEGAN. അപ്പോൾ ഹി വാസ് കോൾഡ് അപ്പ് വെൻ ദ വാർ ബിഗാൻ. യുദ്ധം തുടങ്ങിയപ്പോൾ അവൻ്റെ അടുത്ത് ഉടനെ ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അടുത്തത് ക്യാരി ഓൺ. അടുത്തത് ഏതാണ്? ക്യാരി ഓൺ. അപ്പൊ എന്താണ് ക്യാരി ഓൺ? ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതിക്കുക, തുടരുക, കണ്ടിന്യൂ ചെയ്യുക. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുക. എക്സാമ്പിൾ, ലെറ്റ്സ്, LETS, നമുക്കെന്നർത്ഥം. ലെറ്റ്സ് ക്യാരി ഓൺ ദിസ് ഡിസ്കഷൻ ഉണ്ടോ? ലെറ്റ്സ് ക്യാരി ഓൺ ദിസ് ഡിസ്കഷൻ അറ്റ് സം അതർ ടൈം. നമുക്ക് വേറെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഈ ഡിസ്കഷൻ തുടർന്നാൽ പോരെ, ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനാണ് ലെറ്റ്സ്. അപ്പൊ ലെറ്റ്സ് ക്യാരി ഓൺ ദിസ്. എക്സാമ്പിൾ, ലെറ്റ്സ് ക്യാരി ഓൺ ദിസ് ഡിസ്കഷൻ അറ്റ് സം അതർ ടൈംസ്. നമുക്ക് വേറെ എപ്പോഴെങ്കിലും ഈ ഡിസ്കഷൻ തുടരാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ അടുത്ത അർത്ഥം എഴുതിക്കോ, സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക. സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക. കണ്ട എക്സാമ്പിൾ, ഈസ് ഇറ്റ് ട്രൂ, TRUE, ഈസ് ഇറ്റ് ട്രൂ ദാറ്റ് പ്രദീപ് ആൻഡ് ലത ഹാവ് ബീൻ ക്യാരിയിങ് ഓൺ. മിക്കവാറും ഈ രഹസ്യ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതാണ്. അപ്പോൾ എക്സാമ്പിൾ, ഈസ് ഇറ്റ് ട്രൂ, TRUE, ദാറ്റ് പ്രദീപ് ആൻഡ് ലത ഹാവ് ബീൻ ക്യാരിയിങ് ഓൺ. പ്രദീപും ലതയും തമ്മിൽ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നു എന്നത് ശരിയാണോ? ഇനി ബിസിനസ്സും മറ്റും നടത്തുക. അടുത്ത അർത്ഥമാണ് ബിസിനസ്സും മറ്റും നടത്തുക എന്ന് എഴുതി വെച്ചോ. എക്സാമ്പിൾ, ഹി ക്യാരീസ് ഓൺ എ ബിസിനസ് ദയർ. ഹി ക്യാരീസ് ഓൺ എ ബിസിനസ് ദയർ. അവൻ അവിടെ ഒരു ബിസിനസ് നടത്തുന്നു. ഇനി വീണ്ടും അർത്ഥമുണ്ട്. കണ്ടോ, ഒരു വാക്കിന് എത്ര അർത്ഥമുണ്ടെന്ന് കണ്ട. ഇതൊക്കെ പഠിക്കാതെ സംസാരിക്കാൻ ഇറങ്ങുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്.
നിങ്ങൾ ഏതെങ്കിലും ഒരർത്ഥം പഠിക്കും, പക്ഷേ ആ അർത്ഥത്തിലായിരിക്കില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ മറുപടി മുഴുവനും തെറ്റായി പോകും. അടുത്ത അർത്ഥം, ഉച്ചത്തിൽ തർക്കിക്കുകയും വഴക്കു കൂടുകയും ചെയ്യുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചത്തിൽ തർക്കിച്ചുകൊണ്ട് വഴക്കു കൂടുക. എക്സാമ്പിൾ, ദ ചിൽഡ്രൻ ഹാവ് ബീൻ ക്യാരിയിങ് ഓൺ all day, ALLDAY, all day. The children have been carrying on all day. എല്ലാ ദിവസവും ഈ പിള്ളേർ കിടന്ന് വഴക്ക് കൂടുകയാണ്. അപ്പം ക്യാരി ഓൺ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അടുത്തത് ക്യാരി ഔട്ട്. അടുത്തതാണ് ക്യാരി ഔട്ട്. എന്താണ് ക്യാരി ഔട്ട്? അടുത്തത് എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. Example, the hospital is carrying out a test, TESTS, test to find out what is wrong. എന്താണ് കുഴപ്പമെന്നറിയാൻ ഹോസ്പിറ്റലുകൾ ചില ടെസ്റ്റ് നടത്തി. The doctor wanted to carry on some test. ഡോക്ടർ പറഞ്ഞു കുറച്ച് ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും നടത്തുക. അപ്പോൾ എഴുതി വെച്ചോളണം, ക്യാരി നമ്മൾ എന്താ പറയുക, ക്യാരി ഔട്ട്. അപ്പം ക്യാരി ഓൺ അല്ല, സോറി ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ സോറി, ക്യാരി ഔട്ട്. ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുക. ഞാൻ അറിയാതെ ക്യാരി ഓൺ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ദ ഹോസ്പിറ്റൽ ഈസ് ക്യാരിയിങ് ഔട്ട് ടെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് റോങ് വിത്ത് ഹെർ. എന്താണ് അവളുടെ കുഴപ്പമെന്നറിയാൻ അവിടെ ഹോസ്പിറ്റലിൽ കുറേ ടെസ്റ്റുകൾ നടത്തി. ഇനി ക്യാരി ഔട്ടിൻ്റെ അടുത്ത അർത്ഥം, ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന കാര്യം ചെയ്യുക. നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, ആ കാര്യം ചെയ്യുക. എക്സാമ്പിൾ, ദ കിഡ്നാപ്പേഴ്സ് ഉണ്ടോ, ദ കിഡ്നാപ്പേഴ്സ് ഉണ്ട്, KIDNAPPERS, കിഡ്നാപ്പേഴ്സ് തട്ടിക്കൊണ്ടുപോയവർ. വിൽ നോട്ട് ക്യാരി ഔട്ട് ദയർ ഉണ്ടോ, ദ കിഡ്നാപ്പേഴ്സ് വിൽ നോട്ട് ക്യാരി ഔട്ട് their threats ഉണ്ടോ, THREATS. അപ്പോൾ ഇത് കിഡ്നാപ്പേഴ്സ് വിൽ നോട്ട് ക്യാരി ഔട്ട് their THRE THREATS, അവരുടെ ഭീഷണി. എന്ത് ഭീഷണി? ത്രെറ്റ്സ് ടു കിൽ ഉണ്ടോ, കിൽ ദ ഹോസ്റ്റേജസ്, HOSTAGEH. ഉച്ചരിക്കുന്നത് ഇങ്ങനെയാണ്, ഹോസ് എന്നല്ല പറയുന്നത്, ഹോസ്റ്റേജസ് ഉണ്ടോ, ഹോസ്റ്റേജസ്. ഹോസ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ബന്ദികളാക്കി വെച്ചിരിക്കുന്നവർ. നമ്മൾ ഹോസ്റ്റേജസ് എന്നൊക്കെ പറഞ്ഞു കളയും. ഹോസ്റ്റേജസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവർ. ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു, ആ പറഞ്ഞിരുന്ന കാര്യം അവർ ചെയ്യില്ല. എക്സാമ്പിൾ ഒന്നും കൂടെ പറയാം, ദ കിഡ്നാപ്പേഴ്സ് KIDNAPPERS വിൽ നോട്ട് ക്യാരി ഔട്ട്, അവർ പറഞ്ഞത് ചെയ്യില്ല. എന്ത് ചെയ്യില്ല? ദയർ, THEIR, ദയർ. ത്രെറ്റ്സ്, THREATS, അവരുടെ ഭീഷണി. ടു കിൽ ദ ഹോസ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു, ആ ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ കൊല്ലുമെന്ന് പറഞ്ഞത് ചെയ്യത്തില്ല. ഒരു ഉദാഹരണം കൊണ്ട് എഴുതിക്കോ, ഹി ഈസ് നോട്ട് റെഡി ടു ക്യാരി ഔട്ട് ഹിസ് പ്രോമിസസ്, PROMISES. അവൻ നമ്മളടുത്ത് ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് വാക്ക് തന്നിരുന്നു, പക്ഷേ അവനത് ക്യാരി ഔട്ട് ചെയ്യത്തില്ല, അവനത് ചെയ്യില്ല. അപ്പോൾ ആ എക്സാമ്പിൾ ക്യാരി ഔട്ട് മനസ്സിലായല്ലോ, നല്ലതുപോലെ പ്രയോജിക്കുന്നതാണ്. നിങ്ങൾ സ്റ്റാൻഡേർഡ് ആൾക്കാരടുത്ത് ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൈസൽ വെർബുകളൊക്കെ ഉപയോഗിക്കാറ് ഉണ്ട്, അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഹീ ഈസ് നോട്ട് റെഡി ടു ക്യാരി ഔട്ട് ഹിസ് പ്രോമിസസ്. ഇനി നമ്മളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുക, അങ്ങനെ അർത്ഥം എഴുതുക. നമ്മളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുക, അങ്ങനെ അർത്ഥം എഴുതിക്കോ. നമ്മളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുക. എക്സാമ്പിൾ, ഡോൺ, DON', ഡോൺ ബ്ലെയിം, ABBLAME, ബ്ലെയിം കുറ്റപ്പെടുത്തുക.
ആ ബ്ലെയിമിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാൻ വയ്യാത്തവർ അങ്ങനെയും കൂടെ എഴുതി വെച്ചോളണം. ഡോൺ ബ്ലെയിം മീ, എന്നെ കുറ്റപ്പെടുത്തരുത്. ഐ ആം ഒള്ളി, ONLY, ഐ ആം ഒള്ളി ക്യാരിയിങ് ഔട്ട്, ഞാൻ ചെയ്യുകയാണ്. ഐ ആം ഒള്ളി ക്യാരിയിങ് ഔട്ട് മൈ ഓർഡേഴ്സ്, ORDERS. അപ്പം ഒന്നും കൂടെ, ഡോൺ ബ്ലെയിം മീ, എന്നെ കുറ്റപ്പെടുത്തരുത്. ഐം എന്നേ വായിക്കത്തുള്ളൂ. അയാം എന്നുള്ളത് അവർ ഉച്ചരിക്കുന്നത് ഐം, I'. ഒള്ളി ക്യാരിയിങ് ഔട്ട്, ഞാൻ ചെയ്യുന്നത് എന്താണ്? മൈ ഓർഡേഴ്സ്, എനിക്ക് നൽകിയ ഓർഡർ ഞാൻ പാലിക്കുന്നു, എന്നെ കുറ്റപ്പെടുത്തരുതേ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാച്ച് ഓൺ. ക്യാച്ച് ഓൺ ഉണ്ടോ? അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ വീഡിയോ ആക്കി ഈ വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉച്ചാരണവും ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്യാച്ച് ഓൺ എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവുക, അൺസ്റ്റാൻഡ്. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും, ഉച്ചാരണം അൺസ്റ്റാൻഡ്. അൺസ്റ്റാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് വാക്കാണ് ആരെന്ന് പറയുന്നത്? ക്യാച്ച് ഓൺ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാച്ച് ഓൺ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം എഴുതിക്കോ. ഹീ വിൽ ക്യാച്ച് ഓൺ ടു വാട്ട് യു ആർ സേയിങ്. ഹീ വിൽ ക്യാച്ച് ഓൺ ടു TO വാട്ട് യു ആർ സേയിങ്, SAYING. നീ പറയുന്നത് അവൻ വളരെ വേഗം മനസ്സിലാക്കിക്കൊള്ളും. അടുത്തത് ഐ ഡിഡിൻറ്റ്, DIDN'T. പക്ഷെ അത് ബ്രിട്ടീഷുകാർ ഉച്ചരിക്കുന്നത് ഡിൻ എന്നാണ്. ഐ ഡിൻ എന്നേ അവർ പറയൂ. നിങ്ങൾക്ക് വേണ്ടി ഡിഡിൻറ്റ് എന്ന് ഞാൻ പറയാം. ഐ ഡിഡിൻറ്റ് ക്യാച്ച് ഓൺ വാട്ട് യു സെഡ്, SAID. ഐ ഡിഡിൻറ്റ് ക്യാച്ച് ഓൺ വാട്ട് യു സെഡ്. നീ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഓർമ്മിക്കുക, അണ്ടർസ്റ്റാൻഡ് എന്ന് നിങ്ങൾ പറയും, ഉച്ചാരണം അൺസ്റ്റാൻഡ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് വാക്കാണ് ആരെന്ന് പറയുന്നത്? ക്യാച്ച് ഓൺ. ഇനി പ്രശസ്തി, അടുത്തർത്ഥം എഴുതിക്കോ. പ്രശസ്തി, പോപ്പുലർ എന്നർത്ഥം. എക്സാമ്പിൾ നമ്മൾ പറയത്തില്ലേ, അതിനി പ്രശസ്തിയിലേക്കായിക്കൊള്ളും. എക്സാമ്പിൾ, ദിസ് ഗെയിം വിൽ ക്യാച്ച് ഓൺ. ദിസ് ഗെയിം വിൽ ക്യാച്ച് ഓൺ വിത്ത് യങ് പീപ്പിൾ, YOUNG. യുവാക്കളുടെ ഇടയിൽ ഈ ഗെയിം അല്ലെങ്കിൽ കളി വളരെ പെട്ടെന്ന് പോപ്പുലർ ആയിക്കൊള്ളും. അവിടെ ക്യാച്ച് ഓണിന് മനസ്സിലാക്കുക എന്നുള്ളതല്ല, പോപ്പുലർ അങ്ങ് പ്രശസ്തി ആയിക്കൊള്ളുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്യാച്ച് ഓൺ മനസ്സിലായല്ലോ. അടുത്തത് ക്യാച്ചപ്പ് ഉണ്ടോ? ക്യാച്ചപ്പ് ഉണ്ട്, CATCHUP, ക്യാച്ച് അപ്പ്. അപ്പോൾ എന്താണ് ക്യാച്ചപ്പ് എന്ന് പറയുന്നത്? അതിൻ്റെ അർത്ഥം എഴുതി വെച്ചോ. മുൻപേ പോകുന്ന ആളിൻ്റെ കൂടെ എത്തുക അല്ലെങ്കിൽ ഒപ്പം എത്തുക. അർത്ഥം എഴുതിക്കൊള്ളണേ, മുൻപേ പോകുന്ന ആളിൻ്റെ ഒപ്പം എത്തുക. എക്സാമ്പിൾ, ഐ റാൻ ആഫ്റ്റർ ഹർ, RANAFTER. ഐ റാൻ ആഫ്റ്റർ ഹർ, HER. ഞാൻ അവളുടെ പിന്നാലെ ഓടി. ആൻഡ് മാനേജ്, നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ മാനേജ്ഡ്, ഉച്ചരിക്കുന്നത് മാനേജ്, MANAGED, മാനേജ്ഡ് ടു ക്യാച്ചപ്പ് വിത്ത് ഹർ. ഞാൻ അവളുടെ പിന്നാലെ ഓടി എങ്ങനെയെങ്കിലും അവളുടെ ഒപ്പമെത്തി. അപ്പം മുമ്പേ പോകുന്ന ആളിൻ്റെ ഒപ്പം എത്തുന്നതിനാണ് ക്യാച്ചപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാച്ചപ്പ് മനസ്സിലായല്ലോ. എക്സാമ്പിൾ, ഐ റാൻ ആഫ്റ്റർ ഹർ ആൻഡ് മാനേജ്, നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ മാനേജ്ഡ്, MANAGED, ടു ക്യാച്ചപ്പ് വിത്ത് ഹർ. ഇനി അങ്ങനെ ഒരു വ്യക്തിയുടെ മുമ്പിൽ മാത്രമല്ല, പഠന കാര്യത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അടുത്ത ഒരു എക്സാമ്പിളും കൂടെ എഴുതിക്കോ. ഹി വാസ് ഓഫ് സ്കൂൾ, OFF, ഓഫ് സ്കൂൾ, കുറച്ച് നാളായിട്ട് സ്കൂളിൽ പോകുന്നില്ല. ഫോർ എ വൈൽ, WHILE, A while, കുറച്ച് നാളായിട്ട് സ്കൂളിൽ പോകുന്നില്ല. ആൻഡ് ഈസ് കണ്ടോ, ഫൈൻഡിങ് ഇറ്റ്, FINDING, ആൻഡ് ഈസ് ഫൈൻഡിങ് ഇറ്റ് ഹാർഡ് ടു ക്യാച്ച് അപ്പ്. ഹാർഡ് ടു ക്യാച്ച് അപ്പ്. അപ്പം എക്സാമ്പിൾ എന്താണ്? ഹി വാസ് ഓഫ് സ്കൂൾ, അവൻ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അപ്പോൾ ഹി വാസ് ഓഫ് സ്കൂൾ ഫോർ എ വൈൽ, WHILE, ആൻഡ് ഈസ്
ഫൈൻഡിങ് ഇറ്റ് ഹാർഡ് ടു ക്യാച്ചപ്പ്. അതുകൊണ്ട് അവനെ പഠിപ്പിക്കുന്ന പോർഷന്റെ ഒപ്പം എത്താൻ എന്താണ് കഴിയുന്നില്ല. ഇനി അടുത്തർത്ഥം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഒരു ഫ്രേസൽ വെർബിന് എത്ര അർത്ഥമുണ്ട്? ഇംഗ്ലീഷിന്റെ പ്രശ്നം അതാണ്. അപ്പോൾ ഒരു വാക്കിൻ്റെ സകല അർത്ഥങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളങ്ങ് പെട്ടുപോകും. അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല നമ്മൾ എടുക്കുന്നത്. അടുത്ത അർത്ഥം പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുഴപ്പത്തിൽ ചാടിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുഴപ്പത്തിൽ ചാടുക അല്ലെങ്കിൽ ചാടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ, ഹിസ് ലൈസ് വിൽ ക്യാച്ചപ്പ്. കണ്ടോ, ഹിസ് ലൈസ് വിൽ ക്യാച്ചപ്പ്. അവൻ്റെ കള്ളത്തരങ്ങള് അവനെ കൊണ്ടു ചെന്ന് കുഴപ്പത്തിൽ ചാടിക്കും. വിത്ത് ഹിം ഓൺ ഡേ. എക്സാമ്പിൾ ആണ് ഹിസ് ലൈസ് വിൽ ക്യാച്ചപ്പ് വിത്ത് ഹിം വൺ ഡേ. ഒരു ദിവസം ഇവൻ ഈ കള്ളം പറയുന്നതിന് എന്താണ്, അതിനവൻ ചെന്ന് പ്രശ്നത്തിൽ ചെന്ന് ചാടും. അപ്പൊ അത് പിടികിട്ടിയല്ലേ. അടുത്തത് ക്ലീൻ ഔട്ട്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ക്ലീൻ ഔട്ട്. CLEANOUT. അർത്ഥം എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ ക്ലീൻ ആക്കും. അപ്പൊ നമ്മുടെ അലമാരയിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നു. അതേ കണക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് അവിടെ ഇരിക്കുന്നതൊക്കെ എടുത്ത് മാറ്റുന്നു. ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ക്ലീൻ ഔട്ട്. അപ്പൊ നിങ്ങൾ അർത്ഥം ഇങ്ങനെ എഴുതി വെക്കോ, എന്തെങ്കിലും എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് അതിരുന്ന സ്ഥലം ക്ലീൻ ചെയ്യുക എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ഏറ്റവും നല്ല ഉദാഹരണം ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്യുന്നു. എക്സാമ്പിൾ, ഐ ഫൗണ്ട് ദീസ് ഫോട്ടോസ്. FOUND. ഫൗണ്ട് കണ്ടെത്തി. THESE. ഫോട്ടോസ് ഉച്ചരിക്കുന്നത് ഫൗട്ടോസ്. PHOTOS. ഐ ഫൗണ്ട് ദീസ് ഫോട്ടോസ് വൈൽ WHILE. വൈൽ ഐ വാസ് ക്ലീനിങ് ഔട്ട്. ഞാൻ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ കബോർഡ് CUPBOARD. ഞാൻ ആ കബോർഡിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ട് കബോർഡ് ക്ലീൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന അവസരത്തിലാണ് കബോർഡിലെ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് വെച്ചപ്പോഴാണ് ഈ ഫോട്ടോസ് കണ്ടത്. അപ്പോൾ ക്ലീൻ ഔട്ട് എന്നൊക്കെ നല്ലതുപോലെ മനസ്സിലായില്ലേ? അപ്പോൾ ക്ലീൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിലിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യുക. എക്സാമ്പിൾ, ഐ ഫൗണ്ട് FOUND ദീസ് ഫോട്ടോസ് വൈൽ ഐ വാസ് ക്ലീനിങ് ഔട്ട് കബോർഡ്. ഇനി നിങ്ങൾക്ക് എപ്പോഴും പറയാം ക്ലീൻ ഔട്ട് കിച്ചൺ. അടുക്കളയില്ലേ, അടുക്കളയിൽ കുറേ വേണ്ടാത്ത സാധനം ഇരിക്കുന്നത് അതെടുത്ത് മാറ്റി വെച്ചിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തേ. ക്ലീൻ ഔട്ട് ദ കാർ. ആ കാറിൽ ഇരിക്കുന്ന കുറേ പേപ്പറും ബാഗ് കുടയ എന്തൊക്കെ ഇരിക്കുന്നത് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്തേ. ക്ലീൻ ഔട്ട് ദിസ് ബോക്സ് എന്നർത്ഥവും ഉണ്ട്. ഇനി ക്ലീൻ ഔട്ടിൻ്റെ മറ്റൊരർത്ഥമുണ്ട്, എഴുതിക്കോ, മോഷ്ടിക്കുക. മോഷ്ടിക്കുന്നതിനും ക്ലീൻ ഔട്ട് പറയും. നോക്കേ, ദ ബർഗ്ലേഴ്സ്. BURGLARS. മോഷ്ടാക്കൾ എന്ന് പറയുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് വാക്കാണ് ബർഗ്ലേഴ്സ്. വീട് കുത്തി തുറന്ന് സാധനങ്ങൾ എടുക്കുന്നവർ മോഷ്ടാക്കൾ. അപ്പോൾ ദ ബർഗ്ലേഴ്സ് BURGLARS ക്ലീൻഡ് ഔട്ട് ദ ഷോപ്പ്. ആ കള്ളന്മാര്, മോഷ്ടാക്കള് ആ ഷോപ്പ് കുത്തി തുറന്ന് അകത്ത് കയറി അതിനുള്ള എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് അർത്ഥം. അതേ കണക്ക് പണം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ പൂർണ്ണമായും അങ്ങ് തീർന്നു പോയെന്നർത്ഥം. പണം, ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അവരെ സൽക്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയി കയ്യിലിരുന്ന കാശ് മൊത്തം അങ്ങ് തീർന്നു പോയി. നമ്മൾ പറയത്തില്ല എന്ത് ചെയ്യാനാണ്, അവർ 2 ഗസ്റ്റ് വന്ന് പിന്നെ നമ്മുടെ കയ്യിൽ ഇരുന്ന കാശ് മൊത്തം തീർത്തിട്ടാണ് പോയത്. അങ്ങനെ പണം അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം കണ്ടോ, അയ്യോ അത് നിറച്ച ആഹാരം ഉണ്ടായിരുന്നില്ലേ, ഇവന്മാർ 3 പേരും കൂടെ വന്ന് അവസാനം കലം വരെ ഒഴിപ്പിച്ച് വെച്ചിട്ട് പോയെന്ന് നമ്മൾ പറയത്തില്ലേ. ഇതാണ് ഏതിൻ്റെ അർത്ഥം? ഈ ക്ലീൻ ഔട്ടിൻ്റെ അടുത്ത അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലീൻ ഔട്ടിൻ്റെ ഒരർത്ഥം മനസ്സിലായി, സാധനങ്ങൾ പുറത്ത് വയ്ക്കുക. രണ്ടാമത്തെ അർത്ഥം മോഷ്ടിക്കുക. മൂന്നാമത്തെ അർത്ഥം പണം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ പൂർണ്ണമായും തീർക്കുക. ശ്രദ്ധിച്ചേട്ടെ. എക്സാമ്പിൾ, ബൈയിങ് BUYING.
ബൈയിങ് അവർ ന്യൂ ഹൗസ്, ഞങ്ങളൊരു പുതിയ വീട് വാങ്ങിച്ചു. കംപ്ലീറ്റ്ലി ക്ലീൻഡ് ആസ് US ഔട്ട്, അതോടുകൂടി ഞങ്ങൾ മൊത്തം കയ്യിലിരുന്ന കാശ് മൊത്തം തീർന്നു പോയത്. അപ്പോൾ ബൈയിങ് എ ന്യൂ ഹൗസ് ഹാസ് കംപ്ലീറ്റ്ലി ക്ലീൻഡ് ആസ് US ആസ് OUT ഔട്ട്, കാശ് തീർന്നു പോയി. വേറൊരു ഉദാഹരണം, ഹീ കെയിം ഹോം ആൻഡ് കംപ്ലീറ്റ്ലി ക്ലീൻഡ് us ഔട്ട് ഓഫ് ഫുഡ്. ഹീ കെയിം ഹോം, അവൻ വീട്ടിൽ വന്നു. ആൻഡ് കംപ്ലീറ്റ്ലി COMPLETELY കംപ്ലീറ്റ്ലി ക്ലീൻഡ് ആസ് ഔട്ട് ഓഫ് ഫുഡ്, വീട്ടിലിരുന്ന ഫുഡ് മൊത്തം തിന്ന് തീർത്തിട്ട് പോയി. ഇനി നമ്മൾ തന്നെ സ്വയം വൃത്തിയാകാൻ, അല്ലെങ്കിൽ ഒരുത്തൻ്റെ അടുത്ത് പോയി ദേഹത്തൊക്കെ അഴുക്ക് കുളിച്ച് വൃത്തിയായിട്ട് വാടാന്ന് പറയുന്നതിന് ക്ലീൻ ഔട്ട് എന്ന് നമുക്ക് പറയാം. ഒരു സ്ഥലം വൃത്തിയാക്കുന്നതിനും പറയാം. ഇപ്പോൾ നോക്കേ, എക്സാമ്പിൾ, ഐ നീഡ് ടു ക്ലീൻ അപ്പ്, മനസ്സിലായില്ലേ? ഐ നീഡ് ടു ക്ലീൻ അപ്പ് ബിഫോർ ഗോ ഔട്ട്. അപ്പോൾ ഐ നീഡ് ടു ക്ലീൻ അപ്പ് ബിഫോർ ഔട്ട്, ക്ലീൻ അപ്പ് ബിഫോർ ഔട്ട്, എനിക്ക് പുറത്തേക്ക് പോകണം, അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഇവിടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഐ ഹാവ് അല്ല, എനിക്ക് സ്വയം ഒന്ന് വൃത്തിയാകണം. അപ്പോൾ ഐ നീഡ് ടു ക്ലീൻ അപ്പ് ബിഫോർ ഗോ ഔട്ട്. ഐ ഹാവ് ക്ലീൻഡ് അപ്പ് ദ കിച്ചൺ, എനിക്ക് ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കണ്ടോ? ഇനി നമ്മൾ പറയാ ക്ലീൻ യുവർ സെൽഫ് അപ്പ്. കണ്ടോ? ക്ലീൻ യുവർ സെൽഫ് അപ്പ് ബിഫോർ ഡിന്നർ, അത്താഴം കഴിക്കുന്നതിന് മുമ്പ് പോയെന്ന് വൃത്തിയായിട്ട് വന്നേ, കുളിച്ച് വൃത്തിയായിട്ട് വന്നേ. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ക്ലീനപ്പ്, നമ്മൾ സ്വയം വൃത്തിയാവുക. അതിൻ്റെ ഉദാഹരണമാണ് ഐ നീഡ്, NEED, ഐ നീഡ് ടു ക്ലീൻ അപ്പ് ബിഫോർ ഗോ ഔട്ട്, പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് കുളിച്ച് ദേഹം കഴുകി വൃത്തിയാകണം. 2, ക്ലീൻ യുവർ സെൽഫ് അപ്പ്, ഒരുത്തൻ്റെ അടുത്ത് പറയുകയാണ് നീ വേഗം വൃത്തിയാക് ബിഫോർ ഡിന്നർ. ഇനി രണ്ടാമത്തെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സാധനങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കുക. ഐ ഹാവ് ക്ലീൻഡ് അപ്പ് ദ കിച്ചൺ. അടുത്തത് ക്ലിയർ ഓഫ്. ക്ലിയർ ഓഫ്, ക്ലിയർ ഓഫ്. ക്ലിയർ ഓഫ് നമ്മൾ പറയുന്നത് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോടാ, അർത്ഥം ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവൂ, ഒക്കൊള്ളണം ഇവിടുന്ന് എന്ന്. അപ്പം ദേഷ്യത്തോടെ ഒരാളോട് പുറത്തു പോകാൻ പറയുന്നതാണ് ക്ലിയർ ഓഫ്. എക്സാമ്പിൾ, ക്ലിയർ ഓഫ് or I will call the police. Clear off or I will call the police. ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സുരേഷ് ഗോപിയുടെയൊക്കെ ചില ചിത്രങ്ങളിൽ ഇങ്ങനെ പറയാറുണ്ട്. അടുത്തത്, കടങ്ങളൊക്കെ തീർക്കുക, കടങ്ങളും മറ്റും തീർക്കുക. എക്സാമ്പിൾ, ഐ ക്ലിയർഡ് ഓഫ് ദ ഡെപ്റ്റ്സ്. ഐ ക്ലിയർഡ് ഓഫ് ദ ഡെപ്റ്റ്സ്. ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കടം തീർത്തു. അല്ലെങ്കിൽ ലോൺ, ഐ ക്ലിയർഡ് ഓഫ് ദ ലോൺ, എൻ്റെ ലോൺ എല്ലാം ഞാൻ അടച്ചു തീർത്തു. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് ക്ലിയർ ഔട്ട്. എക്സാമ്പിൾ അല്ല, അടുത്ത വാക്ക് ക്ലിയർ ഔട്ട്. ക്ലിയർ ഔട്ട് അർത്ഥം എഴുതി വെച്ചോ. ഒരു സ്ഥലത്ത് നിന്നും പോവുക, നമ്മളൊരു സ്ഥലത്ത് നിന്നും പോവുക അല്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കുക. ഒരു സ്ഥലത്ത് നിന്നും പോവുക അല്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കുക. എക്സാമ്പിൾ, മൈ ലാൻഡ് ലോഡ്. LANDLORD ഉണ്ടോ? മൈ ലാൻഡ് ലോഡ് ഹാസ് ഗിവൺ മീ എ വീക്ക്. എനിക്ക് ഒരാഴ്ച തന്നു എൻ്റെ ഉടമസ്ഥൻ. ടു ക്ലിയർ ഔട്ട് ഓഫ് മൈ ഫ്ലാറ്റ്, എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം ഒരാഴ്ചക്കുള്ളിൽ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ വീടൊഴിയാനൊക്കെ പറയുന്നത് ഏതാണ്? ക്ലിയർ ഔട്ട്. അപ്പോൾ എക്സാമ്പിൾ, മൈ ലാൻഡ് ലോഡ് ഹാസ് ഗിവൺ മീ എ വീക്ക്, WEEK, ടു ക്ലിയർ ഔട്ട് ഓഫ് OF, ഒരഫേ ഉള്ളു, മൈ ഫ്ലാറ്റ്. ഇനി ക്ലിയർ അപ്പ്. ക്ലിയർ അപ്പ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നർത്ഥം, പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നർത്ഥം. എക്സാമ്പിൾ, യു ഷുഡ് ക്ലിയർ അപ്പ് ദ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. യു ഷുഡ് ക്ലിയർ അപ്പ് ദ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, നീ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മിസ്അണ്ടർസ്റ്റാൻഡിങ്, നീ ആ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കണം. അപ്പോൾ യു ഷുഡ് ക്ലിയർ അപ്പ് ദ മിസ്അണ്ടർസ്റ്റാൻഡിങ്. MISUNDERSTANDING, മിസ്അണ്ടർസ്റ്റാൻഡിങ്, അർത്ഥം തെറ്റിദ്ധാരണ.
അപ്പം നീ ഉറപ്പായിട്ടും ഈ തെറ്റിദ്ധാരണകൾ മാറ്റി എടുക്കണം. പിന്നെ ദ കേസ് ഹാസ് ബീൻ ക്ലിയർഡ് അപ്പ്. കണ്ടോ, ഒരു പ്രശ്നം തീർന്ന്. ദ കേസ് ഹാസ് ബീൻ ക്ലിയർഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അസുഖം മാറിക്കിട്ടി എന്നാണ് അർത്ഥം. നമ്മുടെ അസുഖം മാറിക്കിട്ടി. അടുത്തത് ദ കേസ് ഹാസ് ബീൻ ക്ലിയർഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറി, കേസ് അവസാനിച്ചു, കോടതിയിലെ കേസ്. ഇനി ഇതിൻ്റെ മറ്റൊരർത്ഥം എഴുത്, അസുഖം മാറുക. മറ്റൊരർത്ഥം അസുഖം മാറുക. അതാണ് ഞാൻ നേരത്തെ അറിയാതെ പറഞ്ഞു പോയത്. അസുഖം മാറുക. എക്സാമ്പിൾ, മൈ കോൾഡ് COLD ഹാസിൻഡ് HASN' ക്ലിയർഡ് അപ്പ്. മൈ കോൾഡ് ജലദോഷം. മൈ കോൾഡ് ഹാസിൻഡ് ക്ലിയർഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജലദോഷം ഇതുവരെ മാറിയില്ല. അപ്പോൾ ഒരു അസുഖം സുഖപ്പെടുന്നതിന് ക്ലിയർ അപ്പ് പറയാം. അപ്പോൾ അത് നോട്ട് ക്ലിയർ അപ്പ് എന്ന് പറഞ്ഞാൽ സുഖമായില്ല. ഇനി അടുത്ത അർത്ഥം എഴുത്, കാലാവസ്ഥ തെളിയുക. എക്സാമ്പിൾ, ദ വെദർ WEATHER ദ വെദർ ക്ലിയർഡ് അപ്പ്. കാലാവസ്ഥ തെളിഞ്ഞെന്ന്. മഴ പെയ്യാൻ മൂടിക്കെട്ടി കിടന്നത് എല്ലാം പിന്നെ മാറിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സാധനങ്ങൾ മാറ്റിയിട്ട് വൃത്തിയാക്കുക. അപ്പം നമ്മളിപ്പോൾ 2-3 വാക്ക് അതിന് പഠിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും 3 എണ്ണമൊക്കെ പഠിച്ചാൽ ഒരെണ്ണം കിട്ടും. മദർ ക്ലിയർഡ് അപ്പ് ഇൻ ദ കിച്ചൺ. നേരത്തെ നമുക്ക് വേറെയും വാക്കുണ്ട്. ഇനി അടുത്ത അർത്ഥം എഴുതും, കൂടുതൽ മനസ്സിലാവുക. കൂടുതൽ മനസ്സിലാവുക. എക്സാമ്പിൾ, നൗ ദ തിങ്സ്. നൗ ദ തിങ്സ് ബിഗാൻ. THINGS. നൗ ദ തിങ്സ് ബിഗാൻ. എന്താണ് തിങ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ. ബിഗാൻ ടു ക്ലിയർ അപ്പ്. ഇപ്പം എനിക്ക് കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമായി. അപ്പോൾ ക്ലിയർ അപ്പിന് കുറേ കൂടെ വ്യക്തമാവുക, മനസ്സിലാവുക എന്നർത്ഥം. ഇനി ഇന്നത്തെ ലാസ്റ്റ് വാക്കാണ് ക്ലോസ് ഡൗൺ. ക്ലോസ് ഡൗൺ. ക്ലോസ് ഡൗൺ എന്ന് പറഞ്ഞാൽ അടച്ചിടുക എന്നാണ് അർത്ഥം. ബിസിനസ് സ്ഥാപനങ്ങൾ, അങ്ങനെ എന്തും സ്ഥാപനങ്ങൾ അടച്ചിടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ, അവർ കമ്പനി ക്ലോസ്ഡ് ഡൗൺ ലാസ്റ്റ് മന്ത്. അവർ കമ്പനി ക്ലോസ്ഡ് ഡൗൺ ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം ഞങ്ങളുടെ കമ്പനി എന്ത് ചെയ്തു? അടച്ചിട്ടു. ഇനി ഒരു എക്സാമ്പിളും കൂടെ എഴുതിക്കോ. കോളേജ് COLLEGE. കോളേജ് ക്ലോസ് ഡൗൺ ഫോർ എ ഡേ. ഒരു ദിവസത്തേക്ക് കോളേജ് അടച്ചിട്ടു. അപ്പോൾ കോളേജ് ക്ലോസ് ഡൗൺ ഫോർ എ ഡേ. ഒരു ദിവസത്തേക്ക് കോളേജ് അടച്ചിട്ടു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഗ്രാമർ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗ്രാമറിൽ കുരുങ്ങിക്കിടക്കുന്നതാണ്. അത് കളഞ്ഞിട്ട് ഈ വാക്കുകൾ എടുക്കുക. വാക്കുകൾ നല്ലതുപോലെ ആക്ക്. അപ്പോൾ നിങ്ങൾ ഹൈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലേക്ക് നിങ്ങളെ ഞാൻ ആക്കിത്തരാം. അപ്പം നമുക്ക് ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ, ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ, ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാ